അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കണ മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ പറയണത്. അപ്പോൾ അതിന് വേണ്ട സാധനം ഒരു വെല്ലുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, പുതിനയില. ഇതൊരു മസാല ഉള്ള മന്തിയാണ് കേട്ടോ. പിന്നെ മാഗി ക്യൂബ് 2 പാക്കറ്റ് മാഗി ക്യൂബ്, അതിൽ 4 ഉണ്ടാവും കേട്ടോ. അത് 1 കിലോ റൈസിനാണ് കേട്ടോ അത്. അപ്പോൾ ആ 4 ഇടണം. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ മുഴുവൻ മല്ലിയില്ലേ അത് കുറച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മന്തിപ്പൊടി, പിന്നെ നമ്മൾ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി ഇങ്ങനെ കൈകൊണ്ട് നല്ല മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു കപ്പ് ഈ കപ്പിന് 1.5 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഉണക്ക നാരങ്ങ അതും ഇടണം കേട്ടോ. എന്നിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. നിരത്തി വെച്ചിട്ട് അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കുക. പിന്നെ ഒരു തള ഇങ്ങനെ വരുമ്പോൾ ഇതങ്ങനെ എണ്ണ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഈ എണ്ണൻ്റെ ഇതാണ് കേട്ടോ അത്. അതിങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചിട്ട് ആ ചിക്കൻ പീസ് മാറ്റി വെക്കണം കേട്ടോ. മാറ്റി വെച്ചിട്ട് അതിൽ ഈ മസാലയിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് അടിയിൽ കുറച്ച് മസാല ആക്കിയിട്ട് പിന്നെ റൈസ് ഞാൻ ഉപ്പിട്ടിട്ട് പട്ടയും കറാമ്പൊക്കെ ഇട്ടിട്ടൊന്ന് പകുതി വേവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഈ മസാല മാറ്റി വെച്ചില്ലേ അപ്പോൾ അതും അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ചിക്കൻ പീസിനൊക്കെ നന്നായി നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. നിരത്തി വെച്ചിട്ട് അതിൽ പച്ചമുളകിന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഇങ്ങനെ തൂക്കി കൊടുക്കുക. പിന്നെ ആണെങ്കിൽ പോകയ്ക്ക കേട്ടോ, ഞാൻ പോകയ്ക്കില്ല. പിന്നെ അതായത് ഇത് ബിരിയാണി ഉണ്ടാക്കണക്കാട്ടി എളുപ്പമുണ്ട് മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ എന്നിട്ട് മൂടിയിട്ട് ഒരു അരമണിക്കൂർ ദമ്മ് വയ്ക്കുക കേട്ടോ. ദമ്മ് വെച്ചിട്ട് പിന്നെ എടുത്ത് നോക്കുമ്പോൾ അടിപൊളി മന്തി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണത്. ഒരു മസാല ഉള്ള മന്തി ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിന് മയോണൈസും പിന്നെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.